ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, ഞാനിപ്പോൾ അതില്ല. ജയിച്ചു പോണവരെല്ലാവരും വികസനം എന്നാണല്ലോ പറയുന്നത്, പക്ഷെ അവരുടെ താല്പര്യങ്ങളിലേ നടക്കുന്നുള്ളൂ. ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കുണ്ട്രയിൽ ഒരു മേൽപ്പാലം വരുമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി ഒരു വികസനവും വട്ടിയൂർക്കാവിൽ ആ പ്രശാന്ത് ചെയ്തിട്ട് പിന്നെ റോഡെല്ലാം വളരെ മോശത്തിൽ കിടക്കുകയാണ് വട്ടിയൂർക്കാവിൽ. ഏത് തരം ഭരണ നിയമതന്ത്രമാണെന്ന് മനസ്സിലാവും. പക്ഷെ ഇതൊക്കെ ജനങ്ങൾ ഇന്ന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും കൂടെ അവർ മനസ്സിലാക്കും. ഇപ്പം ഏത് പാർട്ടി നോക്കിയാലും പണക്കാരാണ്, പക്ഷെ ഇതിലൂടെ എന്തിനാ പണം ഉണ്ടാക്കുന്നത്? അവർക്ക് ജോലി ചെയ്ത് പണം ഉണ്ടായി. കൊല്ലം ജില്ലയിൽ ആരോഗ്യ മേഖലയിൽ തകർക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ ഭരണ സംവിധാനവും ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും പുരുഷന്മാർക്കായാലും ജനങ്ങൾക്കായാലും കുറവാണ്. കൊല്ലത്തിൽ വികസനം ഇവിടെ നടക്കുന്നില്ല, ഒന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് പഴയ വികസനങ്ങളല്ലേ ഉള്ളൂ. പനി വന്നാൽ 10,000 രൂപ കുറഞ്ഞ് ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് സ്വകാര്യ ആശുപത്രിയിൽ. നമ്മളൊക്കെ അനുഭവിക്കുന്നല്ലേ. മാറ്റം ഇങ്ങനെ തുടർന്ന് പോയാൽ ഭയങ്കര അഴിമതിയാണ്. ഈ വന്ന ഈ 2-5 കൊല്ലം കഴിഞ്ഞിട്ട് ഇവർക്ക് തന്നെ പിന്നെ കൊടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൊല്ലം കണ്ടവന് ഇല്ല വേണ്ടെന്നാ, പക്ഷെ കൊല്ലത്തുള്ളവർക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ടോന്ന് ജനങ്ങളോടൊന്നും ചോദിക്കണ്ടേ? അപ്പൊ നേരെ വണ്ടി എടുക്കും കൊല്ലത്തോട്ട്. കൊല്ലം വികസിച്ചോ? കൊല്ലം വികസനം വലുതായിട്ടില്ല. ഇനിയിപ്പോൾ മറ്റൊരു മാറ്റം ഇവിടെ വരണം. എന്തായാലും എന്തൊക്കെ മാറ്റാ വരണ്ടേ? റോഡിൻ്റെ വികസനങ്ങളായാലും മറ്റു കാര്യങ്ങൾ, കുടിവെള്ള പ്രശ്നത്തിന് വലിയ പ്രശ്നത്തിൽ കിടക്കണം. കുടിവെള്ള പ്രശ്നമൊക്കെ നമുക്ക് വലിയ ഒരു മാറ്റങ്ങളൊക്കെ ഇനി ഇവിടെ വരണം. ചന്ദ്രശേഖർ ജയിക്കും, വട്ടിയൂർക്കാവ് ജയിക്കും, കുമ്മനം രാജശേഖരൻ സാർ ജയിക്കും. തീർച്ചയായിട്ടും പിടിച്ചിരിക്കും. മാറ്റം മാറും. ശ്രീലേഖ വന്നു കഴിഞ്ഞാൽ എന്താ കാര്യം, അവർ കേന്ദ്രത്തിൽ അവർ ഭരിക്കുന്നത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും വികസനങ്ങൾ അവർ വിചാരിച്ച സാധിക്കും, നടക്കും. 3 മന്ത്രിമാരുണ്ടല്ലോ കൊല്ലത്ത്. ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കുണ്ട്രയിൽ ഒരു മേൽപ്പാലം വരുമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി. ഇവിടെ ഈ 3 റെയിൽവേ ഗേറ്റാണ് ഇവിടെ ഉള്ളത്. അത് 3 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. പാലം വരും എന്ന് പറയുന്നത് അല്ലാതെ ഇതുപോലെ ഒരു നടപടിയും അതിനോട്ടുണ്ടായിട്ട് ഇവിടെ 3-4 മന്ത്രിമാർ ഇവിടെ മാറി കൊല്ലത്ത് വന്ന്, എന്നിട്ട് അവരാരും അതിന് ശ്രമിക്കുന്നില്ല. കുണ്ട്ര പള്ളിമുക്കിൽ ഉടനെ പാലം വരും എന്ന് പറയുന്നത് അല്ലാതെ ഒരു വികസനവും ഇതിലുണ്ടായിട്ട്. മാറി കേരളം ഭരിക്കുന്ന ആളുകൾ തന്നെ നേരിട്ട് പൊതുമേഖലയിൽ, അവരുടെ സ്വകാര്യ മേഖലയിൽ നടത്തുന്ന ആശുപത്രിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ ഒരു റെഫറൻസ് യൂണിറ്റുകളായിട്ട് മാറുക. അതായത് അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ആര് എന്നാലും ശരി തന്നെ അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന പ്രിസ്ക്രിപ്ഷനിൽ റെഫറൻസ് എഴുതുക, റെഫേർഡ് ടു ഇന്ന ആശുപത്രി. അപ്പോൾ ഇത് മാത്രമാണ് പാരിപ്പള്ളിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശ്രയമായി വന്നിരുന്ന ആ ഒരു ESI മെഡിക്കൽ കോളേജ് ഇന്ന് ഏറ്റവും വലിയ ഒരു ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വേണ്ട ഡിപ്പാർട്ട്മെന്റുകൾ പേരിനുണ്ട്, പക്ഷെ ഇതൊന്നും ആളുകൾ ഇപ്പോൾ ഡോക്ടേഴ്സ് വന്നാൽ രാവിലെ OP ഇരുന്നാൽ OP നടപടിക്രമങ്ങൾ ഇതാണ്. ആംബുലൻസ് ചീറിപ്പാഞ്ഞ് വരുന്നത് കാണാം, അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോകുന്നതും കാണാം. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ഈ മെഡിക്കൽ കോളേജ് കൈമാറിയിട്ടുള്ളത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അട്ടിമറിച്ചു. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ അടുത്ത ESI മെഡിക്കൽ കോളേജ് കൊല്ലത്ത് വന്നിരുന്നു, ആശ്രമ മെഡിക്കൽ കോളേജ്. അത് ആ ചികിത്സാലയം ഡെവലപ്പ് ചെയ്ത് മെഡിക്കൽ കോളേജ് ആക്കാൻ വേണ്ടിയിട്ട് 50 പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമാണ്. അതിന് ഈ പറയുന്ന എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സർക്കാർ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഈ വർഷം അത് മുടങ്ങിപ്പോയത്. ഈ കശുവണ്ടി മേഖലയിൽ ഉൾപ്പെടെ ഉള്ള തൊഴിലാളികളുടെ മക്കൾക്ക് കൂടി പഠിക്കാൻ അവസരം കിട്ടുന്ന ഒരു ചാൻസാണ് ഇവിടുത്തെ ആരോഗ്യ വകുപ്പും ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ അനാസ്ഥ മൂലം, അല്ലെങ്കിൽ അജണ്ട വെച്ചിട്ടുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതി മൂലം ഈ വർഷം നഷ്ടപ്പെട്ടു പോയത്. ഇതെല്ലാം മൊത്തത്തിൽ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ ആരോഗ്യ മേഖലയിൽ തകർക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ ഭരണ സംവിധാനവും ചെയ്തിട്ടുള്ളത്. സാധാരണക്കാര് അപ്പോൾ ബുദ്ധിമുട്ടിലാണ്. സാധാരണക്കാരന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പനി വന്നാൽ 10,000 രൂപ കുറഞ്ഞ് ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് സ്വകാര്യ ആശുപത്രിയിൽ. നമ്മളൊക്കെ അനുഭവിക്കുന്നല്ലേ, നമ്മൾ കാണുകയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ സാധാരണപ്പെട്ട, അതായത് പരമ്പരാഗത വ്യവസായ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ള സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. ആ ജില്ലയിൽ പാവപ്പെട്ടവർക്ക് ആശ്രയമാകുന്ന തരത്തിലാണ് ഈ 2 ചികിത്സാ കേന്ദ്രങ്ങളും നമ്മൾ കേന്ദ്ര സർക്കാർ പ്രതീക്ഷയോടെ നടപ്പിലാക്കിയത്. പക്ഷേ ഇതൊന്നും ഇവിടെ വരുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. പരാതികൾ നിരന്തരം പോയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ ഫെഡറൽ സംവിധാനത്തിൽ എത്രത്തോളം നേരിട്ട് കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ പറ്റും എന്നുള്ളത് അറിയാൻ. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഓക്കെയാ. അത് ആദ്യം ഒരു കൊടുക്കേണ്ട കട്ട് ഓഫ് ഡേറ്റിൽ ഇവർ കൊടുക്കാതെ വന്നപ്പോൾ നമ്മുടെ NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള MP-മാർ ഇടപെട്ടു. അവിടെ നമ്മുടെ സംവിധാനത്തിൽ, പാർട്ടി സംവിധാനത്തിലെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം ആവശ്യപ്പെട്ടു, നിരന്തരം പറഞ്ഞു. പക്ഷേ ആ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ പറ്റില്ല.
അപ്പോൾ അതുപോലും കൊടുക്കാതെ കണ്ട് ആ പദ്ധതി അട്ടിമറിക്കുക ചെയ്തത്. ഇതിൽ പരം ആരോഗ്യരംഗത്ത് എന്തെങ്കിലും ഉണ്ടോ ദ്രോഹിക്കാൻ ജനങ്ങളെ? അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായിട്ട് വരിക. ചാത്തന്നൂരിലും അത് തന്നെയാണ് മുഖ്യ വിഷയമായിട്ട് വരിക. ചാത്തന്നൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാത്തന്നൂർ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യരംഗത്ത് ആശ്രയമായിരുന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഇത്ര പ്രതീക്ഷയോടെയാണ് കയർ മേഖലയിലെ, കശുവണ്ടി മേഖലയിലെ, മത്സ്യമേഖലയിൽ, അതുപോലെ കാർഷിക മേഖലയിലൊക്കെ പണിയെടുക്കുന്ന ആളുകളാണ് ചാത്തന്നൂർ മണ്ഡലത്തിൽ. അതാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ MLA മാറണം, ഇവിടെ താമര വിരിയണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ 15 കൊല്ലം തുടർച്ചയായിട്ട് ഇരുന്ന MLA ആദ്യത്തെ 5 വർഷം ഉള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനം അല്ലാത്തത്. പക്ഷേ തുടർച്ചയായിട്ട് 10 വർഷം ആ MLAയുടെ ഭരണ സംവിധാനം തന്നെയായിരുന്നു സംസ്ഥാനത്ത്. അപ്പോൾ ഈ MLAയുടെ തൊട്ടുമുറ്റത്തുള്ള മെഡിക്കൽ കോളേജിലുള്ള ശോചനീയാവസ്ഥ അദ്ദേഹത്തിനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? ഒന്നും വേണ്ട, നേരിട്ട് പുള്ളി അനുഭവിച്ചതല്ലേ. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഡയറക്ടറായിട്ടുള്ള ആശുപത്രിയും എവിടെയുണ്ട്? ഈ ചാത്തന്നൂരിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടും ആരോഗ്യരംഗം എടുത്ത് പരിശോധിച്ചത്. ഇത് ഓരോ രംഗം എടുത്ത് പരിശോധിച്ചാലും ഉണ്ട്. ഒരു ദിവസം നിന്ന് മൈക്കിന് മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള തരത്തിലുള്ള വികസന മുരടിപ്പ് ചാത്തന്നൂരിലുണ്ട്, കൊല്ലം ജില്ലയിലുണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ എവിടെ വരെ? തെരഞ്ഞെടുപ്പ് നല്ല ആവേശത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം വികസിച്ചോ? കൊല്ലം വികസിക്കണം, അതാണ് നമ്മളുടെ അഭിപ്രായം. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിച്ചു പോണവരെല്ലാരും വികസനം എന്നാണല്ലോ പറയുന്നത്. പക്ഷെ അവരുടെ താല്പര്യങ്ങളിലേ നടക്കുന്നുള്ളൂ. അതെ അതെ, ഏത് പാർട്ടി ആയിരുന്നാലും അങ്ങനെയാണ്. പിന്നെ ഒരു മാറ്റം വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരണം ആഗ്രഹിക്കുന്നു? ഇവിടെ എല്ലാ കാര്യങ്ങളിലും മാറ്റം വരണം. ഇപ്പൊ റോഡായിരുന്നാലും ഇപ്പൊ റോഡൊക്കെ ഇപ്പൊ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് മൊത്തം പൂർത്തീകരിച്ചിട്ടില്ല, അങ്ങനെ പോകുന്നു. എന്തായാലും ഒരു മാറ്റം വേറെ എന്താ? ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ ആട്ടോ തൊഴിലാളികളാണ്. ഓട്ടോയുടെ കാര്യത്തിൽ തന്നെ ഇപ്പോഴും സർക്കാരിന്റെ ക്ഷേമനിധിയുടെ അതിന്റെ ഇപ്പം ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് പെൻഡിങ് ഉള്ള ക്ഷേമനിധി എല്ലാം അടച്ചെങ്കിൽ മാത്രമേ ഇനി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എന്താണെന്ന് നമുക്കറിയാൻ വയ്യ. എല്ലാ മേഖലയിലും വികസനം വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. MLA വരാറുണ്ടോ? MLA എങ്ങനെയൊക്കെ കാണാറുണ്ട്, ഓരോ ഫംഗ്ഷനും ഇവിടെ ഇതൊക്കെ കാണാറുണ്ട്. അല്ലാതെ നമ്മൾ അങ്ങനെ വലുതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ മരണോ അല്ലാതെ ഈ പാർട്ടിയുടെ പരിപാടികൾ എന്ത് ഉദ്ഘാടന കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഇതുവരെ നേരിട്ട് സമീപിച്ചിട്ടില്ല. നമ്മള് നോക്കട്ടെ, ഇലക്ഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. ആര് ജയിച്ചു വന്നാലും നമുക്ക് മാറ്റം ഉണ്ടാവണം. ആര് ഏത് പാർട്ടി ജയിച്ചാലും അതാണ് നമ്മളുടെ. തെരഞ്ഞെടുപ്പൊക്കെ ആവാറായില്ലേ? കൊല്ലം വികസിച്ചോ? എന്താ തോന്നുന്നത്? കൊല്ലം വികസിച്ചോ? കൊല്ലം എന്തൊരു വികസനം ഇവിടെ നടക്കുന്നില്ല, ഒന്നുമില്ലല്ലോ പ്രത്യേകിച്ച്. പഴയ വികസനങ്ങളല്ലേ ഉള്ളു, വളരെ സാവധാനത്തിൽ നേരത്തെയുള്ള വികസനങ്ങളല്ലേ ഉള്ളു. ഇതൊക്കെ പണ്ടുള്ളതല്ലേ. പിന്നെ ഇപ്പോൾ അവിടെ ഒരു വികസനം നടക്കുന്നുണ്ട്. ലിങ്ക് റോഡിൽ എന്തോ ഒരു വികസനം വരുന്നുണ്ട്. അതെന്തോന്ന് അറിയാൻ വയ്യത്. കൊല്ലത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? നേരത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രധാനം പട്ടി. എങ്ങും ഇരിക്കാൻ വയ്യ, പട്ടികളെ കാരണം എങ്ങും ഇരിക്കാൻ വയ്യ. നടത്തിയ വികസനം എന്ന് പറഞ്ഞാൽ ചിന്നക്കട കുളമാക്കി. ചിന്നക്കട ഒരു ഓവർബ്രിഡ്ജ് വരാനുള്ളതിനെ അതിങ്ങനെ മണ്ണിട്ട് നിരത്തി കുളമാക്കി അത് ചെയ്തു. പിന്നെ ഈ നടപ്പാത എന്ന് പറയുന്നത് ആ പടിപടിയായിട്ട് വെച്ചേക്കുന്നില്ലേ. ഒരു 60 വയസ്സായവർക്കൊന്നും അതിൻ്റെ മേളിൽ നടക്കാൻ പറ്റുന്നില്ല, മറിഞ്ഞു വീഴും. നമ്മൾ ശ്രദ്ധയോടുകൂടി നടന്നില്ലെങ്കിൽ അതിന് താഴെ വീഴും. അതുകൊണ്ട് ഇതൊക്കെ ആളുകൾക്കും വയസ്സായവർക്കും കൂടെ നടക്കത്തക്ക രീതി വേണം ചെയ്യേണ്ടത്. അത് ഞങ്ങൾ പലപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്താണ് എന്തൊക്കെ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത്? മാറ്റം വരണം നമ്മുടെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ചിട്ട് വളർച്ച വളരെ സാവധാനത്തില്ല. നമുക്കൊരുപാട് ഏരിയ ഉണ്ട് വികസനത്തിനായിട്ട്, മനസ്സിലായില്ലേ? ഈ കായൽ തീരവും മറ്റു കാര്യങ്ങളും ഒക്കെ ഭരണം മാറി മാറി വരണം. ഇല്ലേ സാറേ, ഭരണം മാറി മാറി വരണം. അല്ല ഒരേ ആൾ ഭരിച്ചുകൊണ്ടിരുന്നാലേ ഒരു വികസനവും കാര്യങ്ങളും നടക്കത്തില്ല. ഇപ്രാവശ്യം ഇടതുപക്ഷ സർക്കാർ വീണ്ടും വരുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇടതുപക്ഷ സർക്കാരില്ലേ 10 കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവർ വരുന്നതിനെ പറ്റി എന്തിനാ ആഗ്രഹിക്കുന്നത്? ഇനി മാറ്റം വരണം എന്നാണ്. പിന്നെ തീർച്ചയായിട്ടും മാറ്റണം. ആര് വന്നാൽ കുറച്ചും കൂടി നന്നാവുന്ന തോന്നുന്നത്? അത് രണ്ടുപേരും നമ്മൾ രണ്ടുപേരും നമ്മൾ കണ്ടിട്ടില്ല. ഭരണം UDF-ന്റെ LDF-ന്റെ കണ്ടിട്ടില്ലേ? പോരായ്മകളുണ്ട് രണ്ട് ഭാഗത്തും. ഒരുപാട് പെൻഷൻ കുടിശ്ശികയും മറ്റു കാര്യങ്ങളും DA ഒക്കെ കിട്ടാനുണ്ട്. നമ്മുടെ തെരുവ് നായ ശല്യം, അതുപോലെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും പുരുഷന്മാർക്കായാലും ജനങ്ങൾക്കായാലും കുറവാണ്. അതിപ്പോൾ നമുക്ക് യാത്ര ചെയ്യുന്ന ഞങ്ങൾക്ക് അല്ലെങ്കിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് പല പല ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. അതായത് ഇപ്പം മക്കളെ വിട്ടിട്ട് നമ്മൾ തിരിച്ചവർ വന്നില്ലെങ്കിൽ നമ്മളെവിടെ പോകണം? ബസ് സ്റ്റോപ്പിൽ പോകണം അല്ലേ? എന്തുകൊണ്ടാണ്? ഇതേ സംഗതി നമ്മൾ നല്ലൊരു സിറ്റിയിൽ ജീവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. UAE-യിലേക്ക് 12 മണിക്ക് ഇറങ്ങി കിടന്നാലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ഇൻസെക്യൂരിറ്റി. അതിപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഇന്നതൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും ശ്രമിക്കണം. അതിന് പ്രൊപ്പോർഷനേറ്റായിട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയ തത്വങ്ങളും അതിനുള്ള വകുപ്പുകളും ഇവിടെ ഉണ്ട്.
പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സപ്പോർട്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയം വയറ്റുപാട് രാഷ്ട്രീയമാണ്. ഇപ്പോഴത്തെ നേതാക്കം തന്നെ ഒന്നുമില്ല വരുന്നവൻ കോടീശ്വരനായിട്ടാണ് ഇത് പോകുന്നത്. അതായത് അദ്ദേഹം മാത്രമല്ല, അവൻ്റെ കുടുംബം. അതിൽ എനിക്ക് അമർഷമുണ്ട്. ഞാൻ ഒരു ഇടതുപക്ഷക്കാരനാണ്. ഞാനിപ്പോൾ അതില്ല, ഇടതുപക്ഷത്തിൽ നിന്ന് മാറി ഈ നേതാക്കന്മാരുടെ വളർച്ച. പണ്ട് തൊഴിലാളികൾക്കും വേണ്ടിയാണ് ഈ പ്രസ്ഥാനം വന്നത്, പക്ഷേ ഇന്ന് മുതലാളികൾക്കും വേണ്ടിയാണ് ഈ പ്രസ്ഥാനം. മുതലാളിമാരോട് വേണ്ടി അവർ പ്രവർത്തിക്കുകയില്ല. മുതലാളിമാരുടെ ആശയങ്ങൾക്ക് വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഈ പല പല തൊഴിൽ മേഖലകളിൽ നോക്കിയാൽ എന്താ പറയുക, അപ്പോയിൻമെൻറ്റ്സ് പോലും നടക്കുന്നില്ല. അതുപോലെ ഉള്ളവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിച്ചിട്ട് അവരുടെ കാശുകളിൽ ഇവർ മേടിച്ചെടുക്കുക. ഞങ്ങളുടെ ചോദ്യം അത് തന്നെ. ഇവർക്ക് ഇത്രയും പണം നികുതിയായിട്ട് നമ്മൾ കൊടുത്തിട്ട് എന്തിനാണ് ഈ ജോലി ചെയ്യുന്നവരുടെ പൈസ എല്ലാം അവർ കയ്യിട്ട് വരുന്നത്? പണം ഉണ്ടാക്കിക്കോട്ടെ, നമ്മൾ പണത്തെ ഉണ്ടാക്കുന്നതിന് നമ്മൾ ജോലി ചെയ്യുന്നില്ല, അവർ ജോലി ചെയ്തിട്ട് കൂലി മേടിക്കും. അതുപോലെ തന്നെ പെൻഷൻ പ്രശ്നം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ട് ഇവിടെ വന്നാൽ ഒരു പെൻഷനും ഇല്ല. ഇവിടെ 5 മാസം 6 മാസം ഈ പ്രതിനിധിയായിട്ട് പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ മേടിക്കുന്ന ശമ്പളം എത്രയാണെന്നറിയോ? പറയാമോ? 1000 വിട്ടേക്ക് 10,000 പിന്നെ പെൻഷൻ. ഇത് ഏത് തരം ഭരണ നിയമ തന്ത്രമാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ ഇന്ന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും കൂടെ അവർ മനസ്സിലാക്കണം. അതുകൊണ്ട് ജനം വിധി എഴുതുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ. ഇപ്പം ഏത് പാർട്ടി നോക്കിയാലും പണക്കാരുണ്ട്. പക്ഷേ ഇതിലൂടെ എന്തിനാണ് പണം ഉണ്ടാക്കുന്നത്? അവർക്ക് ജോലി ചെയ്ത് പണം ഉണ്ടായിക്കൂടെ? അതാണ് വേണ്ടത്. ഇപ്രാവശ്യം മാറ്റം വരുമെന്നാണ് തോന്നുന്നത്. മാറ്റം വരണമെന്നാണ് ആശിക്കുന്നത്. മാറ്റം വരുമെന്ന് ഞങ്ങൾ തോന്നുന്നില്ല. കാരണം ആ തോന്നലൊക്കെ കഴിഞ്ഞു. ഇപ്പം കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ, പണമുള്ളവൻ കോടീശ്വരൻ എന്ന് പറഞ്ഞ പോലെ പണമുള്ളവൻ പാർട്ടി നടത്തുന്ന ഒരു സമ്പ്രദായം മാറിയിരിക്കുക. പക്ഷേ അവിടെ പണക്കാർ പാർട്ടി കൊണ്ടുവരുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആ പണം ഉണ്ടാക്കുന്ന ആൾ പണം ഉണ്ടാക്കാനുള്ള മാർഗം കൂടെ പഠിപ്പിച്ചു കൊടുക്കും. അതാണ് ഇനി വേണ്ടത്. അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നമ്മൾ നേരെ നിന്ന് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യും. ഇല്ലെങ്കിൽ സാധാ അങ്ങോട്ട് പോയി എല്ലാവർക്കും കൊടുത്ത് നമ്മൾ ഇദ്ദേഹത്തിനും കൊടുത്ത് പറഞ്ഞ പാട്ടില്ലേ, എല്ലാവരും പോകുന്നു ഞാനും പോകുന്നു, അത്ര. തോന്നുന്നുണ്ടോ ഇനിയും ഇടതുപക്ഷ സർക്കാർ വരുമെന്ന്? ഇനി മാറ്റം വരണം. മാറ്റം ഇങ്ങനെ തുടർന്ന് പോയാൽ ഭയങ്കര അഴിമതിയാണ്. ഈ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇവർക്ക് തന്നെ പിന്നെ കൊടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അല്ലെങ്കിൽ പഴയ അതേ കണക്കുള്ള നേതാക്കന്മാരുണ്ടാകും. ഇന്ന് അതേ കണക്കുള്ള നേതാക്കന്മാരില്ല. ഇന്ന് നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ വാർത്തകൾ മറ്റേ കാണുന്നില്ല. അതുകൊണ്ട് അതിനുള്ള മാറ്റം വന്നേ മാറ്റം വരണം. ഇനിയിപ്പോ ആര് വരണം എന്ന് ആഗ്രഹിക്കുന്നത്? ആരെ വന്നാലും കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ യോഗ്യരായിട്ടുള്ളവർ ആര് വന്നാലും പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ ജനതാ പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷം ആണെങ്കിലും യോഗ്യർ വരണം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു പഠിച്ചെന്ന് പറഞ്ഞൊരു യോഗ്യതയില്ല. അനുഭവജ്ഞാനവും പ്രവൃത്തി പരിചയവും ഉള്ളവരാണ് യോഗ്യത. അത് സമ്പത്തുള്ളവർ വന്നാലും കുഴപ്പമൊന്നുമില്ല. അവർക്കറിയാം, സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യാൻ അറിയാൻ പറ്റും. പക്ഷേ അവർ വരണം. അവർ ത്യാഗം ചെയ്ത് മുന്നോട്ട് വരണം. വേണ്ട, കട്ട് കഴിഞ്ഞില്ല. ഇനി എന്തിനാ? കേരളത്തിലെ ഹോസ്പിറ്റൽ സംവിധാനം ഒക്കെ ഓക്കെയാണ്, നമ്പർ 1 ആണ് എന്നല്ലേ പറയുന്ന ആരോഗ്യരംഗം. അപ്പൊ എങ്ങനെ ഇവിടുത്തെ ഹോസ്പിറ്റൽ? പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. ചെല്ലുമ്പം മരുന്നുകളില്ല, ബില്ല് തരും, എഴുതി തരും, പോയി വെളിയിൽ നിന്ന് പോയി മേടിക്കണം. സാധാരണക്കാരന് വേണ്ടിയിട്ട് പറയുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും കിട്ടുന്നില്ല. തൊഴിലില്ലായ്മയാണ് കാര്യമെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമായ പിള്ളേർ പഠിച്ചിട്ട് അവർ PSC ഒക്കെ വെറുതെ നോക്കുകുത്തിയായിട്ടിരിക്കുക. അറിയാലോ, മുട്ടിലിടഞ്ഞ് അറിയാലോ, ഒത്തിരി പെൺപിള്ളേർ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് മുട്ടിലിടഞ്ഞിട്ട് വെറുതെ പോയി, ഒരു പ്രയോജനമില്ലാതെ. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കണക്ക്. എന്തായാലും മാറ്റം വരും, ഉറപ്പാണ്. BJP വരുമെന്നാണ് തോന്നുന്നത് കണ്ട ലക്ഷണത്തില്. അങ്ങനെ പറയാൻ കാര്യം, കഴിഞ്ഞതിന് 2ാം സ്ഥാനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയാണ്. വന്നാലും നല്ല കാര്യങ്ങൾ വരും. അത് ഏത് പാർട്ടി വന്നാലും മാറ്റം വരുമെന്ന് തോന്നുന്നു. ചേട്ടാ, കൊല്ലം ജില്ലയിലെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാ, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നത്? കൊല്ലം ജില്ലയിൽ പ്രധാനമായിട്ടും മാറ്റം വരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ കശുവണ്ടി ഫാക്ടറികളിൽ ഉണ്ടായിരുന്ന ആവശ്യം പോലെ ഇപ്പം ഫാക്ടറികളൊന്നുമില്ല. ആൾക്കാർക്ക് ജോലി കുറവുണ്ട്. എല്ലാവരും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതായത് ആന്ധ്ര അവിടെയൊക്കെ പോയി ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഇവിടെ ഇപ്പം വെള്ളത്തിന് നല്ല ഇതുണ്ട്. ചൂട് സമയമായി കഴിഞ്ഞാൽ ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. തോടുകളിലെല്ലാം വെള്ളമുണ്ട്, അതെല്ലാം നേരെ ഡയറക്റ്റ് കായലിലോട്ട് ഒലിച്ചു പോയത്. വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് ഇപ്പം നല്ല രീതിയിൽ. പിന്നെ പൈപ്പ് ലൈനിൽ വെള്ളം വരുന്നുണ്ട്, എന്നാലും ചില സമയങ്ങളിലൊക്കെ കിട്ടാൻ വലിയ പാടാണ്. എയർ മാത്രമേ വരത്തുള്ളൂ. കേട്ടില്ലേ, സ്വന്തമായി 3 മന്ത്രിമാരുള്ള കൊല്ലത്തെ ജനങ്ങൾക്കും പ്രശ്നങ്ങൾ പറയാൻ ഒരുപാടുണ്ട്. ഇനി അടുത്ത ജില്ലയിൽ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.